ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ ഇട്ടിട്ടുള്ളൊരു മോര് കറിയാണ്. അപ്പോൾ ഞാൻ അതിനെ കുമ്പളങ്ങ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ എരിഞ്ഞിട്ട് അതിൻ്റെ കുരും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിൽ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കുമ്പളങ്ങ മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വല്ലാണ്ട് അധികം വെന്ത് വേണ്ട, ഒരു മീഡിയം സൈസ് വേവാവുന്നവരെയും വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 പിടി നാളികേരം ചിരകിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അത് അരച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കുമ്പളങ്ങ വെന്തയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, ലോ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കറിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈരിൻ്റെ പുളിപ്പ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഇത് വല്ലാണ്ട് അധികം തിളക്കണ്ട, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലോട്ട് കാച്ചി ഒഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുകും കുറച്ച് കുത്തുമുളകും വേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ആണ് ഈ കാച്ചി ഒഴിച്ചേക്കണത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.